നമുക്ക് ഓർക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാനൊരു I hope you are remembering that I preached from Exodus chapter 32, 33 and 34 2 weeks ago. I am just going to continue from that passage. I already preached more than 2 or 3 sermons from this particular chapters. So some of the points I am going to say before you is repeating something what I already told you, but let me I want to encourage you again from this passage. Turn with me to Exodus chapter 33 and 34. Chapters 33 and 34. Chapter 33 verses 18 to 23, then verse number 6 and the next chapter, chapter 34, verses 6 and 7. I will read some of the verses among that verse. Exodus chapter 33, verses 18 through 23. First of all, verses 18. Verse number 18. അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നപേക്ഷിച്ചു. Then Moses said, I pray you, show me your glory. എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഹെഡിങ് ദ ഗ്രേറ്റസ്റ്റ് സെർമൺ എവർ പ്രീച്ച്ഡ്. ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രസംഗമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ദ സിമ്പിൾ മീനിങ് ഈസ് God, the Lord Yahweh himself preached about himself. യഹോവയായ ദൈവം തന്നെപ്പറ്റി തന്നെ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗമാണ് 18 through 23 and verses the next chapter verses 6 and 7. ലോക ചരിത്രത്തിൽ ഇത്രയും വലിയൊരു പ്രസംഗം ഉണ്ടായിട്ടില്ല. ഞാൻ ഈ മറ്റൊരു ക്ലാസ് എടുത്തപ്പം ഈ സന്ദേശം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നു. പല ആളുകളും എന്നെ കഴിഞ്ഞൊരു മാസം കോണ്ടാക്ട് ചെയ്തു. എല്ലാവരും എന്നോട് പറഞ്ഞു എന്താണ് ഞാനിട്ട ടോപ്പിക് ഇങ്ങനെയായിരുന്നു, ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രസംഗം എന്ന ടോപ്പിക്കിട്ട്. അതുകൊണ്ട് തൗസൻഡ്സ് ഓഫ് ആളുകൾ അത് കേട്ടു. എല്ലാവരും എന്താണ് അത്ര വലിയ പ്രസംഗമെന്ന് കേൾക്കാൻ വേണ്ടിയാണ്, ആ ടോപ്പിക്ക് കേൾക്കാൻ വേണ്ടിയാണ് ആ സർഭം കേട്ടത്. പക്ഷേ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. യാഹുവേ ഈസ് സ്പീക്കിംഗ്. ഹീ ഈസ് ഡിക്ലയറിങ് ഹൂ ഹീ ഈസ്. ആ ഒരു കാര്യം വസത്തിൽ നമ്മുടെ യൂത്ത് നടത്തിയ കോൺഫറൻസിൻ്റെ തീം എന്നുള്ളത് ഗ്ലോറി ഓഫ് ഗോഡ് എന്നായിരുന്നു. If you want to know the real glory of God from the Bible, you just read these 6 verses. It is here. വേറെ ഒരു വാക്യവും വായിക്കണ്ട. ദൈവത്തിൻ്റെ ഗ്ലോറി എന്താണെന്നറിയാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ 18 through 23 and verses 6 and 7 ഇത്രയും വായിച്ചാൽ ദൈവത്തിൻ്റെ ഗ്ലോറി എന്താണെന്ന് അവിടെ കിടപ്പുണ്ട്. എനിക്ക് you know that it is very difficult to handle both language at a time, but I will try to say the main heading and the references in English. Please try to listen to me. Please try to follow me. You all know that even if I speak in Malayalam, my language is not hard to understand. It is very easy to understand. I never use any hard vocabulary to preach. The thing is, I don't know any hard vocabulary. That is why. Please listen to me. You all can understand. You all are very familiar with the way I am preaching. So I need your attention. I will try to stick on from this particular passage only. I don't want to go anywhere else. Okay. See, the glory of God. Moses is praying. If you want to know the context, please read chapter 32 and 33. I already preached. Moses is praying. He requests many things before God. അങ്ങനെ മോശ പ്രാർത്ഥിച്ചതിന് ശേഷം this is the final request. Lord, I want to see your glory. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ read the Bible.
നമ്മൾ ചിന്തിച്ച് വെച്ചേക്കുന്നത് ദൈവത്തിൻ്റെ ഗ്ലോറി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ലൈറ്റാണ്, ഹെയിലോ ആണെന്നൊക്കെയാണ്. നോ, ഇഫ് യു റീഡ് ദ ബൈബിൾ, ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് ആട്രിബ്യൂട്ട്സ്. മനസ്സിലാവുന്നോ? ദൈവത്തിന് കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ദൈവത്തിന് മാത്രമുള്ള നെയിമുണ്ട്, ദൈവത്തിന് മാത്രമുള്ള നേച്ചറുണ്ട്. ഇത് രണ്ടൂടെ മനസ്സിലാക്കുന്നതാണ് വാസ്തവത്തിൽ. ഇഫ് യു വാണ്ട് ടു നോ ദ ഗ്ലോറി ഓഫ് ഗോഡ്, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് വിച്ച് ഈസ് മെൻഷൻഡ് ഇൻ ദ ബൈബിൾ. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാലേ, നമുക്ക് ദൈവത്തെ എത്രമാത്രം അറിയാമോ അത്ര ആത്മീയ വളർച്ചയെ നമുക്കുള്ളൂ. ഇന്ന് രാവിലെ ഞാനൊരു സഹോദരനോട് ഇത് പറഞ്ഞു. Our spiritual growth never exceed our knowledge of God. Our spiritual knowledge, our spiritual growth will never exceed our knowledge of the Holy Scripture. ദൈവവചനത്തെ പറ്റി നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വരെ ആത്മീയ വളർച്ച ഉണ്ടായിട്ടില്ല. നമ്മൾ ചിന്തിക്കുന്നത് മറ്റ് പല കാര്യങ്ങളിലൂടെയാണ് ആത്മീയ വളർച്ച ആണെന്നാണ്. അല്ല, ഒരു കൊച്ചാഹാരം കഴിക്കുന്നില്ലെങ്കിൽ അത് വളരുന്നില്ല. റൈറ്റ്? ഒരു ബേബി ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ അത് വളരുന്നില്ല. ഇഫ് യു വാണ്ട് ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ്, യു ഹാവ് ടു നോ വാട്ട് ഈസ് ഇൻ ദ ബൈബിൾ. തിരുവെഴുത്ത് വായിക്കാത്ത, തിരുവെഴുത്തുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാത്ത ഒരാൾക്കും ആത്മീയ വളർച്ച ഇല്ല. ഇറ്റ് ഈസ് എ ഫാക്ട്. ഇനി നിങ്ങൾക്ക് തന്നെ മെഷർ ചെയ്യാം. ഒരാഴ്ചയിൽ 1 hour വായിക്കുന്നുണ്ട്. ഒരാഴ്ചയിൽ. ഐ എം നോട്ട് ആസ്കിങ് 1 day. ഒരാഴ്ച 30 minutes വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ആത്മീയ വളർച്ചയുണ്ട്. അത്രേ ഉള്ളൂ, വളരെ കുറച്ച്. വേറെ ഒരു കാര്യം ചെയ്താലും ആത്മീയ വളർച്ച ഉണ്ടാകാമെന്ന് വേദോസത്തിൽ വാക്കിയില്ല. സ്പിരിച്വൽ ഫുഡ് കഴിക്കണം. ദാറ്റ് ഈസ് ഹിസ് വേർഡ്. അതിനെ വായിക്കണം. വായിച്ച് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, മെഡിറ്റേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ദാറ്റ് ഈസ് ദ ഓൺലി വേ യു ക്യാൻ ഗ്രോ ഇൻ സ്പിരിച്വലി. നമ്മുടെ ആരാധന ഏറ്റവും ഉയർന്നിരിക്കണമെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാമോ? യു ഷുഡ് നോ ഹൂ ഗോഡ് ഈസ്. ദൈവം ആരാന്നറിയണം. ദൈവം ആരാന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോഫ്റ്റി വർഷിപ്പ് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ, ദൈവത്തെ പറ്റി അറിയില്ലെങ്കിൽ നമ്മുടെ ആരാധന ഷാലോ ആയിരിക്കും. ഗോഡ് നെവർ പ്ലീസ് ഇൻ അവർ വർഷിപ്പ്. സി, ഐ വിൽ എക്സ്പ്ലെയിൻ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. വേഴ്സ് നമ്പർ 18. I don't know, എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. വേഴ്സ് നമ്പർ 18. Then Moses said, I pray you. ഇന്ന് നമ്മൾ കേട്ട സങ്കീർത്തനത്തിൻ്റെ വാക്യല്ലേ, Lord, I am seeking your face. What is the simple meaning of that? Seeking face of the Lord simply means praying before the Lord. Eagerly asking before the Lord. That's the meaning. Seeking God. Praying to the Lord. That's the meaning. നോക്കൂ, ഇവിടെ മോശ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിൻ്റെ ഗ്ലോറി ഒന്ന് കാണിച്ചു തരണം. ദൈവത്തിൻ്റെ ഗ്ലോറി ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇഫ് യു വാണ്ട് ടു നോ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ജസ്റ്റ് റീഡ് ദ ബൈബിൾ. ഇറ്റ് ഈസ് ദെയർ. ഞാൻ എന്തുകൊണ്ടാണ് ഈ ബൈബിളിന് ഇത്രയും പ്രാധാന്യത കൊടുക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഇടയിൽ ഇതിന് പ്രാധാന്യത കുറഞ്ഞു വരികയാണ്. ഇഫ് യു വാണ്ട് ടു നോ ദ ഗ്ലോറി ഓഫ് ഗോഡ്, അറ്റ്ലീസ്റ്റ് റീഡ് കെയർഫുള്ളി ദീസ് 5-6 verses. ഇവിടെ ഗോഡ് ഈസ് റിവീലിംഗ് ഹിംസെൽഫ്. ഞാൻ അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. വേഴ്സ് നമ്പർ 19 എങ്ങനെ തുടങ്ങുന്നത്? വേഴ്സ് നമ്പർ 19, ഹി സെഡ്, ഐ മൈസെൽഫ് വിൽ മേക്ക് ഓൾ മൈ ഗുഡ്നസ് പാസ് ബിഫോർ യു. ഡിഡ് യു സീ ദാറ്റ് വേഴ്സ്? ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിൻ്റെ മുമ്പാകെ കടക്കുമാറാക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ദൈവം തന്നെപ്പറ്റി നമുക്ക് വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തെ മനസ്സിലാകുകയില്ല. നമ്മുടെ പല അനുഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് ദൈവത്തെ അറിയാം, പക്ഷെ അങ്ങനല്ല നമ്മൾ ദൈവത്തെ മനസ്സിലാക്കേണ്ടത്. Moses can only know God to the extent that God chooses to make himself known. Got the meaning? മോശയ്ക്ക് ദൈവത്തെ എത്രമാത്രം അറിയാവോ
അത്രയും കാര്യം ദൈവം റിവീൽ ചെയ്തതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം, ദൈവം നമുക്ക് റിവീൽ ചെയ്ത് തന്നേക്കുന്നതാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിനകത്ത് ട്രൈയൂൺ ഗോഡിനെ പറ്റി എന്തെല്ലാം കാര്യം എഴുതി വെച്ചിട്ടുണ്ടോ അതിനെ നമ്മൾ അറിയുന്നതാണ് നോയിങ് ഗോഡ്. അതിനെന്നാ ചെയ്യണം? സൺഡേയിലെ ഉപദേശിയുടെ പ്രസംഗം കേട്ടാൽ മാത്രം പോരാ. ദിസ് ഈസ് ജസ്റ്റ് ആൻ ഔട്ട്ലൈൻ. എന്തിനാ ബൈബിൾ പ്രസംഗിക്കുന്നത്? ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്, ഈ പുസ്തകം വായിക്കണം, ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. അല്ലാതെ എന്ത് ആക്ടിവിറ്റി നടത്തിയാലും ദൈവത്തിന് പ്രസാദകരമല്ല. ഇവിടെ നിന്നാണ്, ദിസ് ഈസ് ദ ബേസിക്. നോക്കൂ, യാഹൂവേ മോശയോട് പറയുകയാണ്, I myself will make all my goodness pass before you. Means God is self-revealing. He is revealing who he is before Moses. അല്ലാതെ മോശയ്ക്ക് ഒന്നും അറിയാൻ പാടില്ല. മോശയ്ക്ക് ആകെ അറിയാവുന്നത് ഈജിപ്തിൽ നിന്ന് വിളിച്ചു. He has some understanding about God. He called me out of Egypt. He revealed me something in the burning bush. He told me something in the Mount of Sinai. But again, Moses is asking the Lord, that is not enough. Show me your glory, because I want to know more who you are. Are you following me? Praise the Lord. എന്നിട്ട് നമുക്ക് അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ. Again, God is explaining, declaring who he is. നിങ്ങൾ ആ വേഴ്സ് നമ്പർ കണ്ടോ? ഇങ്ങനെയാണ് വേഴ്സ് നമ്പർ 90, the second part. And will proclaim the name of the Lord. The final part of that verse. I will be gracious to whom I will be gracious, and will show compassion on whom I will show compassion. The first part, God is revealing himself. The second verse, God revealed who he is. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുന്നു, എനിക്ക് മനസ്സലിവ് തോന്നണം എന്നുള്ളവനോട് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. God is autonomous. ഈ വാക്യമാണ് പോള് റോമൻസ് ചാപ്റ്റർ 9 വേഴ്സസ് 15 through 17 എഴുതി വച്ചേക്കുന്നത്. ദി സെയിം വേഴ്സ്. അവിടെ എനിക്ക് അധികം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് ആ ചാപ്റ്റർ 34 വരണം. God is revealing himself. The first revelation of God, he is autonomous. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, നമ്മൾ സ്നേഹിക്കുന്ന കർത്താവ് നമ്മളോട് കരുണ കാണിച്ചവനാണ്, നമ്മളോട് ദയ കാണിച്ചവനാണ്. നമ്മളാരും യോഗ്യരായിരുന്നില്ല. ദൈവം എന്നോട് കരുണ കാണിച്ചു, ദൈവം എന്നോട് കൃപ കാണിച്ചു. He is absolutely autonomous. Third, എന്നിട്ട് ആ ദൈവത്തിൻ്റെ ഗ്ലോറി പറയുകയാണ്. ഹീസ് എക്സ്പ്ലെയിനിങ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. വേഴ്സ് നമ്പർ 20. ബട്ട് ഹീ സെഡ്, യാഹ്വേ സെഡ്, യു കനോട്ട് സീ മൈ ഫേസ്. മീനിങ് ഹീ ഈസ് ഓസം ഗോഡ്. Nobody can see the glorious appearance of God. No one can live after seeing the full glory of God. റയൻ പ്രീച്ച് ചെയ്തപ്പോൾ അവിടെ കോൺഫറൻസിന് പറഞ്ഞായിരുന്നു, when you read the next 3 verses, God made 3 buffer stone before Moses. കാരണം Moses cannot see the full glory of God directly, so God hid him in the cleft of the rock. Then he hid him by his hand. Then God showed only the partial glory of his back. 3 buffers. See, he is explaining who he is. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് മനസ്സിലായി കഴിയുമ്പോഴല്ലേ നമ്മുടെ ആരാധന ഉയരുന്നത്? നമ്മുടെ വർഷിപ്പ് ലോഫ്റ്റി വർഷിപ്പാകുന്നത്. ദൈവം ആരാണെന്നറിയണം. ഹീ സെൽഫ് റിവീലിംഗ്,
He is autonomous. He is awesome God. Only God can reveal about himself. Only how much God revealed about himself, that we can understand. Nothing more. നമുക്കൊന്നും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. Nothing more. എന്നിട്ട് he is explaining who he is. Verse number, the next chapter, 34, chapter 34, verses 6 and 7. I will read for you. ഈ ഒരു വാക്യമാണ് ദൈവം തന്നെ റിവീൽ ചെയ്യുന്നത്. യഹോവ അവൻ്റെ മുമ്പാകെ, see, you can follow your own version. Please look at the verses, please. Then the Lord passed by in front of him and proclaimed, the Lord God, compassionate and gracious, slow to anger and abounding in loving kindness and truth, who keeps loving kindness for thousands, who forgives iniquity, transgression and sin, yet he will by no means leave the guilty unpunished, visiting the iniquity of the fathers on the children and on the grandchildren to the third and fourth generation. This is the answer of Moses' request. മോശ പ്രാർത്ഥിച്ചില്ലേ, നിന്റെ മഹത്വം എന്നെ ഒന്ന് എന്ത് ചെയ്യണം, കാണിക്കണം. ദൈവം മോശയോട് പറഞ്ഞു, നീ ആ പാറയുടെ പിളർപ്പിൽ നിൽക്കണം. ആ പാറയുടെ പിളർപ്പിൽ നിന്നാണ്, പിളർന്ന ഒരു പാറയെ എന്ന പാട്ടുകാരൻ എഴുതിയത് ആ വാക്യത്തിൽ നിന്നാണ് കേട്ടോ. ക്ലെഫ്റ്റ് ഓഫ് റോക്ക്, റൈറ്റ്? ദെയർ ഈസ് എ സോങ് ഇൻ ഇംഗ്ലീഷ്. ആ പാട്ട് എഴുതിയത് ഈ വാക്യത്തിൽ നിന്നാണ്. എത്ര ഗ്ലോറിയസ് ആണ് ആ സോങ് നോക്കൂ. അവിടെ കൊണ്ട് നിർത്തിയിട്ട് പാറയുടെ പിളർപ്പ് ഒരു ലെയർ വെക്കുന്നു. 2, കൈകൊണ്ട് തന്നെ മറയ്ക്കുന്നു. 3, പാർഷ്യൽ ഗ്ലോറി. യു ക്യാൻ സീ മൈ ബാക്ക്. എൻ്റെ പിൻവശം നിനക്ക് കാണാമെന്ന് പറഞ്ഞാൽ യു ക്യാൻ സീ മൈ പാർഷ്യൽ ഗ്ലോറി. അതാണ് എൻ്റെ അർത്ഥം. ഇത്ര അങ്ങോട്ട് റിവീൽ ചെയ്തിട്ട് ദൈവം ഒരു പ്രസംഗം നടത്തുകയാണ്. ദീസ് chapter 34 verses 6 and 7 is the greatest sermon ever preached by the Lord Yahweh. ലോക ചരിത്രത്തിൽ ഒരു ചർച്ച് ഫാദറും ഇങ്ങനെ പ്രസംഗിച്ചിട്ടില്ല, ഒരു പാസ്റ്ററും പ്രസംഗിച്ചിട്ടില്ല, ഒരു എൽഡറും പ്രസംഗിച്ചിട്ടില്ല. യഹോവ തന്നെ പറ്റി പ്രസംഗിക്കുകയാണ്. The sermon is an incredible self-disclosure by God. In the declaration he revealed to Moses both his name and nature. ദൈവത്തിൻ്റെ പേര് ഇവിടെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ നേച്ചർ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, this is one of the എങ്ങനെ പറയണ്ടേ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ, ലിസൺ ടു മീ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും അധികം കോട്ട് ചെയ്തേക്കുന്നൊരു വാക്യമുണ്ട്. അതായത് when you read the New Testament you can find many verses quoted from Old Testament, but in the Old Testament itself one particular verse quoted more than 10 times. These are the verses. Chapter 34, 5 and 6. 6 and 7. Numbers 13, it is there. Nehemiah 9, that verse is there. Jeremiah 32, that verses are there. Psalm number 103, 105, that verses are there. Joel quoted that verse. Jonah blatantly quoted that verse. 1 King chapter 3, that verse is there. Deuteronomy 5, Moses again quoted that verse. Daniel chapter 9, he quoted that verse. Then Nahum chapter 3, he quoted that verse. ഇത്രയും തവണ ഈ വാക്യം ഓൾഡ് ടെസ്റ്റ്മെൻ്റ് റൈറ്റേഴ്സ് വരെ കോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ വെയിറ്റ് ഓഫ് ദാറ്റ് വേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വാക്യം പോലും ഇങ്ങനെ കോട്ട് ചെയ്തിട്ടില്ല. ഈ വാക്യം മാത്രമാണ് ആ നിലയിൽ കോട്ട് ചെയ്തത്. This is the only place God himself tells us what he is like, and it is God's autobiography. This is the glory of God. ഞാൻ
ഈ വിത്ത് ട്രാൻസ്ലേഷനിൽ പ്രസംഗിച്ച് അതൊരു എളുപ്പമായിട്ട് എനിക്കിപ്പോൾ തോന്നുകയാണ്. ഇന്ത്യയിലെങ്ങാനും പോയി ഇംഗ്ലീഷൊക്കെ വന്ന് പ്രസംഗിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയേ. പ്ലീസ് ലിസൺ ടു മീ. I want to divide that 2 verses into 3 parts. All the youth, you all attended your conference. You all heard meaningful sermons. But your pastor is again going to explain that passage again. Nothing more, nothing new. It is here. Everything is here. Verse number 6 and 7. Let me divide into 3 parts. First one, Yahweh's designation. His designation. Second, his description. Third, his expectation. ഒന്ന്, ഹിസ് ഡെസിഗ്നേഷൻ, താൻ ആരാണെന്ന് പറയുകയാണ്, തൻ്റെ പേര് പറയുകയാണ്. 2, ആ പേരിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് പറയുകയാണ്. 3, ആ മഹാദൈവം നമ്മിൽ നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുകയാണ്. ഹിസ് ഡെസിഗ്നേഷൻ, ഹിസ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഹിസ് എക്സ്പെക്റ്റേഷൻ. വെരി സിമ്പിൾ ഔട്ട്ലൈൻ. ഒന്നുകൂടെ നമുക്ക് ആ വാക്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ഹിസ് ഡെസിഗ്നേഷൻ. വേഴ്സ് നമ്പർ 6. എന്താ തൻ്റെ ഡെസിഗ്നേഷൻ? ദ ലോർഡ്. വേഴ്സ് നമ്പർ 6. Then the Lord passed by in front of Moses and proclaimed. This is the greatest preaching ever preached. Proclaimed. The Lord God. Did you see one word is repeating? The Lord. The Yahweh El. That is his description. എന്താ നമ്മുടെ ദൈവത്തിൻ്റെ പേരെന്നറിയാമോ? ആരെങ്കിലും ചോദിക്കുക, നിങ്ങളുടെ ദൈവത്തിൻ്റെ പേരെന്നാന്ന് ചോദിച്ചാൽ പറയണം യാഹ്വേ ഏൽ. യഹോവയായ ദൈവം. നിങ്ങൾക്കറിയാം യാഹ്വേ എന്ന ദ മീനിങ് ഓഫ് വേർഡ് യാഹ്വേ. ഹീ ഈസ് ഇൻഡിപെൻഡൻറ്റ്. He is sovereign God. He is acting independently. He is autonomous, without end, unchanging, forever the same, self-existed one. That is the meaning of Yahweh. That is the first point. His description. Yahweh. El. ഗോഡ് എന്നുള്ളതിന് ഹീബ്രുവിൽ കൊടുത്തേക്കുന്നത് ഏൽ എന്നാണ്. ഈ എൽ. ഇതിൻ്റെ രണ്ടിനെയും കൂടെ അർത്ഥം എന്നാണെന്നറിയാമോ? ഹീ ഈസ് ഓൾ മൈറ്റി, omniscient, omnipresent, omnipotent, immutable God. യാഹ്വേ എൽ. അത്ര എനിക്ക് പറയാനായിട്ട് സമയമുള്ളൂ. ദാറ്റ് ഈസ് ഹിസ് ഡിസ്ക്രിപ്ഷൻ. ദ സെക്കൻഡ് പോയിന്റ്, that is ഒന്നാമത്തേത് ഹിസ് ഡെസിഗ്നേഷൻ. സെക്കൻഡ് ഹിസ് ഡിസ്ക്രിപ്ഷൻ. ആ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. ആ ഡിസ്ക്രിപ്ഷനെ I can divide this description into 3 categories. First one, his bountiful attributes, his benevolent attributes, his balanced attributes. Let me say again, his benevolent attributes, his bountiful attributes, his balanced attributes. എന്താണെന്ന് ഞാനൊന്ന് പറയാനായിട്ട് പോവുകയാണ്. എന്താ തൻ്റെ benevolent attributes? 3 benevolent attributes are there. First one, he is compassionate. Second, he is gracious. Third, he is long suffering. These 3 are the benevolent attributes of Yahweh. Clear? എനിക്കത് ആ പദങ്ങളൊക്കെ മലയാളത്തിൽ പറയാൻ, ഈ ബെനവോളൻ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഔദാര്യമായ ഗുണങ്ങളെന്നാണ് ബെനവോളൻ്റ്. എന്താ ദൈവത്തിൻ്റെ 3 ഔദാര്യമായ ഗുണങ്ങൾ? നിങ്ങൾ 6-ാം വാക്യം നോക്കിയാൽ മതി. അവിടുന്ന് കരുണയുള്ളവനാണ്, അവിടുന്ന് കൃപ ഉള്ളവനാണ്. ഇങ്ങനെയല്ലേ വായിക്കുന്നത്? യഹോവയായ ദൈവം കരുണയും കൃപയും ദീർഘക്ഷമയും. These 3 are the benevolent attributes of God. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. മോശ എന്നാ പ്രാർത്ഥിച്ചത്? ഷോ മീ യുവർ ഗ്ലോറി. എങ്ങനെയാ ദൈവം ഗ്ലോറി റിവീൽ ചെയ്തത്? ഐ ആം യാഹ്വേ.
I am Yahweh. These are the three benevolent attributes of myself. I am compassionate. I am gracious. I am long suffering. Are you following me? അതോ ഞാനിവിടെ കിടന്നുറക്കെ പറയുന്നതേ ഉള്ളോ? ഇത് കേട്ടിട്ടൊരു പ്രൈസിലോട് പറയണ്ടേ? ഒന്നുറക്കെ പറഞ്ഞിട്ടേ ഞാൻ പ്രസംഗിക്കുന്നുള്ളൂ. ചില ആളുകളൊക്കെ പറയുന്ന പോലെ പോരാ, ഞാൻ നിങ്ങളുടെ പ്രൈസിലോട് പോരാ എന്ന് പറയാൻ ആളല്ല കേട്ടോ. ഓൺലി ഗോഡ് നോസ്. ഐ ഡോണ്ട് നോ. സത്യത്തിൽ ഇത് കേൾക്കുമ്പോഴല്ലേ ആരാധിക്കണ്ടേ? അവർ ഗോഡ് ഈസ് കമ്പാഷനേറ്റ്. ഹീ ഈസ് ഗ്രേഷ്യസ്. He is long suffering. If you want to know what is the grace of God and the compassion of God, you first understand what is the justice of God. If you understand the justice of God, you can understand how much good His grace and mercy. ദൈവത്തിൻ്റെ ജസ്റ്റിസ് മനസ്സിലായില്ലെങ്കിലുണ്ടല്ലോ, അവൻ്റെ കരുണയും അവൻ്റെ കൃപയും നമ്മൾ കെയറല്ല. ഞാൻ പെട്ടെന്ന് പറയാം, എന്താ ജസ്റ്റിസ്? ലിസൺ ടു മീ, 3 sentences very careful. Justice is getting what you deserve. Mercy is not getting what you deserve. Grace is getting what you don't deserve. I expected one amen from you. Amen. എന്താ ദൈവത്തിൻ്റെ ജസ്റ്റിസ് എന്നറിയാമോ? അർഹിക്കുന്നത് നേടുക എന്നുള്ളതാണ്. എന്താ നരകം? എന്താ കമ്പാഷൻ എന്നറിയാമോ? ഈസ് നോട്ട് ഗെറ്റിംഗ് വാട്ട് യു ഡിസേർവ്. അർഹിക്കുന്നത് നൽകാതിരുന്നു. എന്താ ഗ്രേസ് എന്നറിയാമോ? അർഹിക്കാത്തത് we got what we don't deserve. ഇപ്പോൾ നിങ്ങൾക്ക് ആ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? Yahweh is revealing himself. This is my benevolent attributes. I am compassionate. I am merciful. Finally, I am long suffering. മലയാളത്തിൽ മഹാദയ, ചില ട്രാൻസ്ലേഷൻ സ്ലോ ടു ആങ്കർ. മഹാദയ. എന്നെ ശ്രദ്ധിച്ചേ, ഒരു രസകരമായൊരു കാര്യം പറയാം. വൺ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് അറിയാൻ പറ്റില്ല. മലയാളികൾക്ക് അറിയാമല്ലോ, മൂക്കിൻ്റെ അറ്റത്ത് ആ കോപം ഇരിക്കുന്നതെന്ന് പറയും. നമ്മുടെ ആങ്കർ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ചാടി എന്ത് ചെയ്യും, ചെല്ലും. ആ വാക്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്ലോ ടു ആങ്കർ. ഡു യു നോ ദ ഹീബ്രു മീനിങ് ഓഫ് ദാറ്റ് വേർഡ്? സ്ലോ ടു ആങ്കർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹീബ്രു ലാംഗ്വേജ് അറിയാവുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ ചോദിക്കണം. സ്ലോ ടു ആങ്കർ എന്നതിൻ്റെ ഹീബ്രു വേർഡിൻ്റെ അർത്ഥം ഗോഡ് ഹാസ് എ ലോങ് നോസ് എന്നാണ്. ദൈവത്തിന് നീളമുള്ളൊരു മൂക്ക്. സോ ഹീ ഈസ് ഓൾവേസ് സ്ലോ ടു ആങ്കർ. ഗോട്ട് ദ മീനിങ്? നമുക്ക് ഈ മൂക്കിൻ്റെ അറ്റത്ത് കോപം ഇരിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് കോപം വരുന്ന കാര്യം. നമ്മുടെ മൂക്ക് കൊച്ചതാണ്, ചെറുതാണ്. പക്ഷെ ദൈവത്തിൻ്റെ മൂക്ക് എന്നാണെന്നറിയാമോ? ഭയങ്കര നീളമാണ്. ഒന്ന് ശ്വാസം എടുത്ത് വരുമ്പോഴത്തേക്ക് ഹീ ഈസ് ഓൾവേസ് സ്ലോ ടു ആങ്കർ. ഹീ ഈസ് ഓൾവേസ് ലോങ് സഫറിങ്. ഗോട്ട് ദ മീനിങ്? These three are the benevolent attributes of God. Moses is praying, show me your glory. God himself is declaring, this is my glory. I am compassionate. I am gracious. I am slow to anger. My nose is too long. I am not quick to anger. അതുകൊണ്ടാണ് പീറ്ററിൻ്റെ എപ്പിസോഡിൽ വായിക്കുന്നത്, God is patiently waiting for all to be saved. Are you following me? Got the first part? നമ്മൾ ആദ്യം ചിന്തിച്ചത് അവൻ്റെ ഔദാര്യമായ ഗുണങ്ങൾ, ഹിസ് ബെനവോളൻ്റ് ആട്രിബ്യൂട്ട്സ്. സെക്കൻഡ്, ഹിസ് ബൗണ്ടിഫുൾ ആട്രിബ്യൂട്ട്സ്. 2 bountiful attributes are there. First one, his loving mercy or his loving kindness. Second, abounding in truth. These 2 words are there.
These two are his bountiful attributes. Never forget the context. Moses is praying, show me your glory. God himself is showing and proclaiming his glory and his name and his nature. നോക്കിയ വാക്യം, verse number 6. The Lord God, compassionate and gracious, slow to anger. That's the first point. Second, he is abounding in loving kindness and he is abounding in truth or faithfulness. These are the bountiful attributes of God. അവിടെ ഈ ലവിങ് കൈൻഡ്നെസ് എന്നുള്ളത് ഹീബ്രുവിലെ ഹേസഡ് എന്നൊരു വാക്കാണ്. Ryan explained in his sermon last time, so I am not going to explain that word more. ഹേസഡ് എന്ന വാക്കിന് നമ്മളോട് ബന്ധപ്പെട്ടാൽ ആ ലവിങ് കൈൻഡ്നെസ്സിൻ്റെ അർത്ഥം ലോയൽറ്റി എന്നാണ്. If you connect that word with human being, the meaning of that word is loyalty. But if you applied that word with God, when it is applied to God, it speaks of God consistent, unchanging, steadfast love for his people. That's the meaning of his loving, covenantal love always with the people. Are you following me? നമുക്കിവിടെ ഒന്ന് കമ്പയർ ചെയ്യാം. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? ജോന ചാപ്റ്റർ 4 verse 2. ജോന, ബുക്ക് ഓഫ് ജോന. നിങ്ങളുടെ പാസ്റ്റ് റെഫറൻസ് പറയുമ്പോൾ നിങ്ങൾ പലരും എടുക്കാറില്ല. കാര്യം നിങ്ങൾക്കറിയാം ഉപദേശം തന്നെയാണ് വായിക്കുന്നതെന്നല്ലേ. എന്നാലും തുറന്നേ. ഞാൻ എൻ്റെ സെക്കൻഡ് പാർട്ട് ഉറക്കെ വായിക്കാം, ശ്രദ്ധിച്ചേ. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുഭവിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ഫ്രം വെയർ ജോന ഗോഡ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഫ്രം വെയർ ജോന അണ്ടർസ്റ്റുഡ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ഈ വാക്യം എവിടെ നിന്ന് വന്നാന്നറിയാമോ? ജോന നോസ് എക്സോഡസ് ചാപ്റ്റർ 34 വേഴ്സ് നമ്പർ 6 ബൈ ഹാർട്ട്. ആ വാക്യമാണ് യോന പറയുന്നത്. എനിക്ക് അവിടുന്ന് പോരുന്നതിന് മുമ്പ് അറിയായിരുന്നു നിന്റെ സ്വഭാവം ഇതാണെന്നുള്ള കാര്യം. ഹലോ, നമുക്ക് ജോനായെയും യാഹുവേയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഗോഡ് ഈസ് സ്ലോ ടു ആങ്കർ, ജോന ഈസ് ക്വിക്ക് ടു ആങ്കർ. ഗോഡ് ഹാഡ് ലവിങ് കൈൻഡ്നസ്, ജോന ലാക്ഡ് ഇൻ കൈൻഡ്നസ്. എന്ന് പറഞ്ഞാൽ യോനയുടെ മൂക്കിന് നീളക്കുറവായിരുന്നു. ഗോഡ് ഈസ് മെർസിഫുൾ, ജോന വാണ്ട് ടു ഡിസ്ട്രോയ് ദ നിനവേ. എനിക്ക് വേഗത്തിൽ ഫിനിഷ് ചെയ്യണം. The bountiful attributes, the first one is his loving kindness. Second one is abiding in truth. Simply means God is, നിങ്ങൾ ആ വാക്യം കണ്ടല്ലോ, അവിടുന്ന് വിശ്വസ്തൻ. വായിക്കുന്നില്ലേ? എക്സോഡസ് 34 വേഴ്സ് നമ്പർ 6. abounding in loving kindness and truth. ആ ട്രൂത്തിൻ്റെ വാക്ക്, ആ ട്രൂത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം മലയാളം വെരി ഗുഡ് ട്രാൻസ്ലേഷൻ ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തൻ. എന്താണ് അതിൻ്റെ അർത്ഥം? സിംപ്ലി മീൻസ് God is dependable. God is reliable. You can depend on his character. You can depend on his promises. You can depend on his warning. Always God keep his words. He never going to change his words. He make us to live. We can live with that word certainty. Amen. സിമ്പിളായിട്ട് മനസ്സിലായോ? ഗ്ലോറി കാണണമെന്ന് പറഞ്ഞപ്പോൾ ഹി റിവീൽഡ് ഹിസ് ബൗണ്ടിഫുൾ ആട്രിബ്യൂട്ട്സ്, ഹിസ് ബെനവോളൻ്റ് ആട്രിബ്യൂട്ട്സ്. ഫൈനലി ഹി റിവീൽഡ് ഹിസ് ബാലൻസ്ഡ് ആട്രിബ്യൂട്ട്സ്. വേഴ്സ് നമ്പർ 7, വെരി ബ്യൂട്ടിഫുൾ ബാലൻസ്. ഒന്ന് നോക്കിയേ, അതിമനോഹരമായ വാക്യം. ഐ നീഡ് minimum 1 hour to explain that verse. എങ്ങനെ വാക്യം? വേഴ്സ് നമ്പർ 7, പ്ലീസ് ലുക്ക് അറ്റ് യുവർ ബൈബിൾ.
എന്താ ദൈവത്തിൻ്റെ ബാലൻസ്ഡ് ആട്രിബ്യൂട്ട്സ്? 1000 ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. Who forgive iniquity, transgressions and sin, yet he will by no means to leave the guilty unpunished, visiting the iniquity of fathers on the children and on the grandchildren to the third and fourth generation. ഇതെങ്ങനെ ബാലൻസ്ഡ് ആട്രിബ്യൂട്ട് ആകുന്നേ? You can balance between the first part and second part of that verse. ഇവിടെ here we flip the coin. ഇവിടുത്തെ ബാലൻസ് വളരെ മനോഹരമായിട്ടാണ് കാണുന്നത്. എങ്ങനെ ബാലൻസ് എന്ന് അറിയാമോ? 1000 ദയ പാലിക്കുന്നവൻ. കണ്ടോ വാക്യം? 1000 I will who keep covenant, who keeps loving kindness for thousands. See, loving kindness to thousands, but punishment to only 3 or 4 generation. Did you see the balance? എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ടൈമില്ല. ആ ബാലൻസ് മനസ്സിലായോ? ഹീ ഈസ് ഓൾവേസ് ലോങ് സഫറിങ്. He is always slow to anger. He always keep covenant with his people. The other side, if you guilty before God, you never escape from the eyes of the Lord. അവിടെ ഒരു മെഷറിംഗ് വ്യത്യാസമുണ്ട്. അനുഗ്രഹം 1000 തലമുറയ്ക്കാണെങ്കിൽ കോൺസിക്വൻസസ് 4 തലമുറയ്ക്കേ ഉള്ളൂ. ആ വാക്യത്തിൽ നിന്ന് തന്നെ the idea is God's mercy, goodness and love overshadow it infinitely more for 1,000 of generations. His designation, his description, finally his expectation. നിർത്തുകയാണ്. Verse number 8, 34 chapter, Exodus chapter 34, verse number 8. Moses made haste to bow low toward the earth and worshipped. What is his expectation? As soon as Moses heard this little theology lesson from God himself, Yahweh, he worshipped. Good theology is the fountain and impetus for true worship. ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് പറ്റും. If you understand the glory of the Lord from the Bible, his bountiful attributes, his benevolent attributes, his balanced attributes, his mercy, his long suffering, his slow to anger, everything. If you understand everything, our response should be give glory and honor and worship according to the worthy of his name. Praise the Lord. ഇത്രയും പറയാൻ എനിക്ക് സമയമുള്ളൂ. I have no time to explain all those things. I hope you understood what I explained. Please read always the final part. God is expecting from us to worship and adore him. അവൻ ബഹുമാനത്തിനും പുകഴ്ചയ്ക്ക് യോഗ്യനാണ്. അതനുസരിച്ച് അവൻ ആരാധന കൊടുക്കാൻ ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ our spiritual growth will never exceed our knowledge of true triune God. ദൈവത്തെ എത്രമാത്രം അറിയാവോ അത്രയും നമുക്ക് വളരാൻ കഴിയത്തുള്ളൂ. അത്രയും നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. പ്ലീസ് കം.